അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് കോഴ്സിലേക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോഴും നമ്മൾ സിലബസ് എടുത്ത് നമ്മൾ ഓരോ പോർഷൻസ് കവർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കിപ്പം ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു എസ്സേക്ക് പഠിക്കുന്ന പോലെയാണ് നമ്മളത് പഠിക്കുന്നത് അല്ല. അപ്പൊ നമുക്ക് ഒരു ഏരിയ എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ ഏത് ഏരിയയിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കും എന്നൊരു ഐഡിയ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം MCQs, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഒരു മത്സര പരീക്ഷയിലേക്ക് മുൻനിരയിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ പോസ്റ്റിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ 2017 അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ കസ്തൂരി മഞ്ഞൾ ഇസ് യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസ്? അതായത് കസ്തൂരി മഞ്ഞളിന്റെ ഏത് പാർട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഓപ്ഷൻ A ട്യൂബർ, then B റൂട്ട്, C റൈസോം, D ലീവ്സ്. ഇതിൽ ഏത് പാർട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസ് ആയിട്ട് കസ്തൂരി മഞ്ഞളിൽ യൂസ് ചെയ്യുന്നത്? നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. ആൻസർ ഈസ് റൈസോം. റൈസോം ആണ് കസ്തൂരി മഞ്ഞളിന്റെ മെഡിസിനൽ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു പക്ഷേ നമുക്ക് എന്താ ട്യൂബറിനും റൂട്ടിനും ഒക്കെ ഓപ്ഷൻസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയ ബുക്ക് എടുത്ത് സൈഡിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ കൂടാണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതിൽ എന്തെങ്കിലും പോയിന്റ്സ് നമുക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കി നമ്മൾ മൊത്തത്തിൽ ഒരു അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 10 ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ഷോർട്ട് നോട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓക്കെ റൈസോം. റൈസോം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമുക്കിപ്പം നമ്മൾ പ്ലാന്റ് പ്രൊപ്പഗേഷൻ ഏരിയ പഠിക്കുമ്പോൾ ഒത്തിരി അധികം പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് പഠിക്കും. സെക്ഷൽ പ്രൊപ്പഗേഷൻ, അസെക്ഷൽ പ്രൊപ്പഗേഷൻ, അങ്ങനെ കുറെ അധികം പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ ബൈ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ്, അതായത് ചില വെജിറ്റേറ്റീവ് പാർട്സ് നമ്മൾ കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു പ്ലാന്റ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കും. അതാണ് പ്രൊപ്പഗേഷൻ ബൈ യൂസിങ് സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ്. അത്തരത്തിലുള്ള കുറച്ച് സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ഉണ്ട്. അതിന് ഉദാഹരണമാണ് റൈസോം, ദെൻ ട്യൂബർ ഉണ്ട്, ഓക്സെറ്റ് ഉണ്ട്, സക്കർ ഉണ്ട്, ക്രൗൺ, അങ്ങനെ കുറെ അധികം ഉണ്ട്. അപ്പൊ നമുക്കത് ഒരു ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അതിന് പഠിക്കേണ്ടി വരും. അപ്പം അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് റൈസോം എന്ന് പറയുന്നത്. അപ്പൊ റൈസോമിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും നമ്പർ 1 എക്സാമ്പിൾ ആണ് കസ്തൂരി മഞ്ഞൾ, ടർമറിക് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ജിഞ്ചർ, കാർഡമം, ഇതൊക്കെ തന്നെ എന്തൊരു എക്സാമ്പിൾ ആണ്? റൈസോം വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next is general NPK recommendation, that is nitrogen, phosphorus, potassium. NPK recommendation of pepper, black pepper in gram per vine per year. അപ്പം NPK recommendation പെപ്പറിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ A 50, 50, 200, then 140, 55, 275, then ഓപ്ഷൻ C 50, 50, 75, ഓപ്ഷൻ D none of these. ഇതൊന്നും അല്ല എന്നുള്ളത്. ഇതിലേതാണ് ആൻസർ ഒന്ന് നോക്കിക്കേ. ഇതിന്റെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ഈ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല എന്റെ ബ്ലാക്ക് പെപ്പറിന്റെ ജനറൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബ്ലാക്ക് പെപ്പറിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസ്, ഈ പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട്. അതായത് ഇത് 2016 വെർഷനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ നമ്മുടെ കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ വിളകളുടെയും സീഡ് റേറ്റ്, ക്രോപ്പ് കൾട്ടിവേഷൻ മെത്തേഡ്സ്, സ്പേസിംഗ്, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആൻഡ് ഹാർവെസ്റ്റിംഗ്, ഈൽഡ് തുടങ്ങി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പെസ്റ്റ്, ഡിസീസ്, അങ്ങനെ
ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം ഈ പാക്കേജ് ഓഫ് പ്രാക്ടീസ് നമ്മൾ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാമിന്, അഗ്രികൾച്ചർ റിലേറ്റഡ് ഏത് മത്സര പരീക്ഷകൾക്കാണെങ്കിലും പാക്കേജ് ഓഫ് പ്രാക്ടീസ് വായിച്ചിരിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഈ 2017 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ വെച്ച് അതിന്റെ കൂടി POP നമ്മൾ POP എന്നാണ് നമ്മൾ പാക്കേജ് ഓഫ് പ്രാക്ടീസിന് ചുരുക്കി പറയുന്നത്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. POP എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 100 ക്വസ്റ്റ്യന്റെ ആൻസറും ഈ POP നമുക്ക് കിട്ടും. അതായത് ഇതിനകത്തും അല്ലാണ്ട് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും ഇതിൽ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് വായിച്ചാൽ തന്നെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ POP പ്രകാരം അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ടിൽ എക്സാം ഡേറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. റെക്കമെൻഡഡ് ന്യൂട്രിയൻ ഡോസ് ഓഫ് പെപ്പർ, ബ്ലാക്ക് പെപ്പറിന്റെ 3 വർഷത്തിൽ കൂടുതലുള്ള 3 years ആൻഡ് എബോ ആയിട്ടുള്ള ക്രോപ്സിന്റെ ജനറൽ റെക്കമെൻഡേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 50, 50 ആൻഡ് 150. 50, 80, 180 ഇത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ്. അപ്പം ശരിക്കുള്ള ജനറൽ റെക്കമെൻഡേഷൻ പറയാൻ കാരണം എന്താ? കാരണം നമ്മൾ ഇപ്പം ബ്ലാക്ക് പെപ്പർ പല ഏരിയാസിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, പല ഏരിയ മാറുന്നതനുസരിച്ച്. അതോടൊപ്പം തന്നെ ചില വെറൈറ്റിക്കുള്ള ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആയിരിക്കില്ല ചില ഹൈബ്രിഡ്സിൽ. അപ്പം വെറൈറ്റീസ് മാറുന്നതനുസരിച്ചൊക്കെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഈ POP എടുത്ത് നിങ്ങൾ ബ്ലാക്ക് പെപ്പറിന്റെ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ പന്നിയൂർ വെറൈറ്റീസിന്റെ, അങ്ങനെ ഓരോ വെറൈറ്റീസിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? ജനറൽ റെക്കമെൻഡേഷൻ. അപ്പം ജനറൽ റെക്കമെൻഡേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 50, 50, 150 ഗ്രാം പെർ വൈൻ പെർ ലിറ്റർ. ഒരു ഇയറിൽ ഒരു വൈനിൽ ഇത്രയും ഗ്രാം വീതം NPK നമ്മൾ കൊടുക്കണം. ഓക്കെ, അതാണ് ജനറൽ റെക്കമെൻഡേഷൻ. എല്ലാവർക്കും മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഹു ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? എന്നാൽ ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻസ് നോക്കിയേ. ഡോക്ടർ MS സ്വാമിനാഥൻ, then option D Norman E Borlaug, then TH Morgan, then Peter de Crescenzi. ഇതിനകത്ത് ആരാണ്? ഹു ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഈസ് നോർമൻ E Borlaug. നോർമൻ E Borlaug ആണ് ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ. ഒരു പക്ഷേ കുറച്ചു പേരുടെയെങ്കിലും മനസ്സിലേക്ക് പെട്ടെന്ന് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നുള്ള ഓപ്ഷൻ പോയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് MS സ്വാമിനാഥൻ ഓപ്ഷൻ അല്ലാണ്ട് വരാൻ കാരണം? MS സ്വാമിനാഥൻ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ, സ്പെസിഫിക് ആയിട്ട് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഡോക്ടർ MS സ്വാമിനാഥൻ എന്നുള്ള ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കി, TH മോർഗൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പേര് വെക്കുമ്പോൾ നിങ്ങൾ ഇനി പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്, പ്ലാൻ ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സിൽ നമ്മൾ ഡിഫറെന്റ് ടേംസ്, ജീൻ, ജെനറ്റിക്സ്, ലിങ്കേജ്, അങ്ങനെ കുറെ അധികം ടേംസ് നമ്മൾ പഠിക്കും. അപ്പൊ ലിങ്കേജ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് TH മോർഗൻ. ആരാണ്? TH മോർഗൻ ആണ്. TH മോർഗൻ ആണ് ലിങ്കേജ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫാദർ ഓഫ് അഗ്രോണമി. അതായത് പീറ്റർ ഡെ ക്രിസെൻസി ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് ഫാദർ ഓഫ് അഗ്രോണമി. അപ്പൊ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയുണ്ട് അഗ്രോണമി എന്ന് പറയുന്നത്. അതായത് ഫീൽഡ് ക്രോപ്സിനെ പറ്റിയിട്ടും ക്രോപ്പ് കൾട്ടിവേഷനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്നു. അപ്പൊ അതിന്റെ ആ ശാസ്ത്രശാഖയുടെ പിതാവാണ് പീറ്റർ ഡെ ക്രിസെൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? ഹു ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? അതിന്റെ ആൻസർ എന്താണ്? നോർമൻ E Borlaug. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഡിസീസ് ദാറ്റ് ഇസ് നോട്ട് കോസ്ഡ് ബൈ വൈറസ്. അതായത് വൈറസ് രോഗമല്ലാത്തത് ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് മൊസൈക്, ദെൻ ടുംഗ്രോ, ബഞ്ചി ടോപ്പ് ആൻഡ് സിട്രസ് കാങ്കർ. ഇതിനകത്ത് ഏതാണ് വൈറസ് ഡിസീസ് അല്ലാത്തത്? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? സിട്രസ് കാങ്കർ. അപ്പം സിട്രസ് കാങ്കർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്ലാന്റ്സിലെ രോഗകാരികളായിട്ടുള്ളത് വൈറസ്, ബാക്ടീരിയ, ഫംഗസ് ആയിരിക്കും.
അപ്പം വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ബാക്കി മൂന്നും നമുക്ക് മനസ്സിലായി. മൊസൈക്ക് എന്ന് പറയുന്ന ഒട്ടുമിക്ക ക്രോപ്സിൽ, വെജിറ്റബിൾസിൽ, അതുപോലെ പെപ്പറിൽ, അതുപോലെ ബാക്കി അങ്ങനെയുള്ള ക്രോപ്സിലൊക്കെ വരുന്ന ഒരു ഡിസീസാണ് മൊസൈക്ക് ഡിസീസ്. ദെൻ ടുംബ്രോ എന്ന് പറയുന്നത് റൈസിൽ ബാധിക്കുന്ന ഒരു വൈറസ് അസുഖമാണ് ടുംബ്രോ എന്ന് പറയുന്നത്. ബഞ്ചി ടോപ്പ് എന്ന് പറയുന്നത് ബനാന, വാഴയിൽ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ബഞ്ചി ടോപ്പ് എന്ന് പറയുന്നത്. ദെൻ സിട്രസ് കാൻകർ, ബാക്കി മൂന്നും വൈറസ് വഴിയാണ് ഉണ്ടാവുന്നത്. സിട്രസ് കാൻകർ ഇപ്പൊ എന്ത് വഴിയാണ്? ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസോ ആയിരിക്കും. ഏതാണ് സിട്രസ് കാൻകർ എന്ന് പറയുന്നത്? സാന്തോമോണസ് സിട്രൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അസുഖമാണ് സിട്രസ് കാൻകർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സിട്രസ് കാൻകർ ആണ് വൈറസ് വഴി ഉണ്ടാവാത്ത, അല്ലെങ്കിൽ വൈറസ് വഴി അല്ലാത്ത ഒരു രോഗം എന്ന് പറയുന്നത് സിട്രസ് കാൻകർ ആണ്. അത് എന്ത് വഴിയാണ്? ബാക്ടീരിയ വഴി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാർഡമം റെസിസ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ്. കാർഡമം റെസിസ്റ്റേഷൻ എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. എ മാടക്കത്തറ, ബി ആനക്കയം, സി പാമ്പാടുംപാറ, ഡി ശ്രീകാര്യം. അപ്പം കാർഡമം റെസിസ്റ്റേഷൻ, അതായത് ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഏലമൊക്കെ എവിടെയാണ് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഇടുക്കിയിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇടുക്കിയിലുള്ള ഒരു സ്ഥലമായിരിക്കും നമുക്ക് ഊഹിക്കാം. ഇടുക്കിയിലുള്ള ഒരു സ്ഥലം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഏതാണ്? പാമ്പാടുംപാറ, അതായത് കട്ടപ്പനയിലുള്ള പാമ്പാടുംപാറയാണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് പാമ്പാടുംപാറ. അപ്പൊ കാർഡമം റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ ഏലം ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് കെയുടെ കീഴിലുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു റെസിസ്റ്റേഷൻ ആണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? പാമ്പാടുംപാറ. അപ്പൊ ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പരിചയം ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കെയുടെ അണ്ടറിലുള്ള മറ്റ് 2 റിസർച്ച് സ്റ്റേഷൻസ് ആണ് കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ 2 സ്ഥലത്തുണ്ട്, മാടക്കത്തറയും അതുപോലെ തന്നെ ആനക്കയും. അപ്പം കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ ഏതാണ് ആൻസർ? മാടക്കത്തറയും അതുപോലെ തന്നെ ആനക്കയും. ഇനി ശ്രീകാര്യത്തുള്ളതാണ് CTCR, അതായത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര കിഴങ്ങ് വർഗ്ഗവിള ഗവേഷണ കേന്ദ്രം. CTCR എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെനിഫിറ്റ് ഓഫ് സോയിൽ സോളറൈസേഷൻ. സോയിൽ സോളറൈസേഷന്റെ ബെനിഫിറ്റ്സ് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദറ്റ് ഈസ് കൺട്രോൾ ഓഫ് നിമറ്റോഡ്സ്, ഓപ്ഷൻ ബി കൺട്രോൾ ഓഫ് വീഡ്സ്, ദെൻ കൺട്രോൾ ഓഫ് ഫംഗൽ പാത്തജൻസ് ആൻഡ് ഓൾ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ് സോയിൽ സോളറൈസേഷൻ എന്നുള്ളത് അറിഞ്ഞിരുന്നാലും നമുക്ക് മനസ്സിലാവും ഇത് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ്, അതായത് ഈ പറയുന്ന എല്ലാം തന്നെയും സോയിൽ സോളറൈസേഷന്റെ ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ എന്താണ് സോയിൽ സോളറൈസേഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. മലയാളത്തിൽ നിന്ന് മണ്ണ് താപീകരണം എന്ന് പറയും. അതായത് എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അതായത് സോയിൽ സോളറൈസേഷൻ എ ഹൈഡ്രോതെർമൽ പ്രോസസ് occurs in moist soil when covered by plastic film and heated by exposure to sunlight during the വാം മന്ത്സ്. അതായത് ഇതുപോലെ നമ്മൾ കൃഷിക്ക് മുന്നേ നമ്മൾ തടമെടുക്കുന്നു, അല്ലെങ്കിൽ ബെഡ് എടുത്ത് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തിനാ ബെഡിന് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് നല്ല രീതിയിൽ സൂര്യപ്രകാശം ഏൽപ്പിക്കുന്നു. മണ്ണ് താപീകരണം, അതായത് ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ഈ പറയുന്നത്. അതായത് മണ്ണ് വഴി നമുക്ക് പകരുന്ന ഒരുപാട് രോഗകാരികൾ ഉണ്ടായിരിക്കും, ഫംഗൽ പാത്തജൻസ്, നെമറ്റോഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ മണ്ണ് കൃഷി ചെയ്യുന്നതിന് മുന്നേ കൃഷിക്ക് ആ മണ്ണിനെ അനുയോജ്യമാക്കി എടുക്കുക, സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് സോയിൽ സോളറൈസേഷൻ അല്ലെങ്കിൽ മണ്ണ് താപീകരണം. അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണ് വഴി പകരുന്ന ഫംഗൽ പാത്തജൻസ്, നിമറ്റോഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ വീഡ്സ്, അങ്ങനെ ചെയ്യുന്നതിലൂടെ കളകൾ കുറവായിരിക്കും, നമ്മുടെ കൃഷിയിടത്തിൽ കളകൾ കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് സോയിൽ സോളറൈസേഷന്റെ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സീഡ് റേറ്റ് ഓഫ് ടൊമാറ്റോയുടെ സീഡ് റേറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ നമുക്ക് POPയുടെ കാര്യം പറഞ്ഞു. POPയിൽ എല്ലാ ക്രോപ്സിന്റെയും സീഡ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്രോപ്സ് എടുക്കുമ്പോഴും അതിനകത്ത് സീഡ് റേറ്റ്, സ്പേസിങ് അങ്ങനെ തന്നെയായിരിക്കും ക്രോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ടൊമാറ്റോയുടെ സീഡ് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പല എക്സാംസിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്, പല ക്രോപ്സിന്റെ ആയിരിക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കോമൺ ആയിട്ട് ടൊമാറ്റോയുടെ 1-2 എക്സാംസിന് അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്, ടൊമാറ്റോ, ചില്ലിയൊക്കെ. അപ്പൊ ഇതിനകത്ത് ടൊമാറ്റോയുടെ സീഡ് റേറ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് 400 gram per hectare. 400 gram per hectare. ഒരു ഹെക്ടറിലേക്ക് 400 gram വിത്താണ് നമ്മൾ. സീഡ് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഹെക്ടർ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഇത്ര ഒരു ഏരിയയിലേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ എത്ര വിത്ത് വേണം എന്നുള്ളതാണ് സീഡ് റേറ്റ്. ഓക്കെ, സീഡ് റേറ്റ് ഓഫ് ടൊമാറ്റോ എന്ന് പറയുന്നത് 400 gram per hectare. ഓക്കെ, അടുത്തത്
ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് ചില്ലി വെറൈറ്റി. ബാക്ടീരിയൽ വിൽറ്റ് എന്ന് വെച്ചാൽ ബാക്ടീരിയൽ വാട്ടം, അതായത് രണ്ട് തരത്തിലുള്ള വിൽറ്റ് ഉണ്ട്. ഫംഗസ് കോസ് ചെയ്യുന്ന വിൽറ്റ് ഉണ്ട്, ഫംഗൽ വിൽറ്റ്. അതുപോലെ തന്നെ ബാക്ടീരിയ കോസ് ചെയ്യുന്ന വിൽറ്റ് ഉണ്ട്, ബാക്ടീരിയൽ വിൽറ്റ്. അപ്പം ബാക്ടീരിയൽ വിൽറ്റിന് പ്രതിരോധ ശേഷിയുള്ള ചില്ലിയുടെ വെറൈറ്റി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഉജ്ജ്വല, ഓപ്ഷൻ ബി ജ്വാലാമുഖി, ഓപ്ഷൻ സി ജ്വാലാസഖി ആൻഡ് ജ്വാല. ഈ പറയുന്ന 4 എന്തിന്റെ വെറൈറ്റിയാണ്? ചില്ലിയുടെ വെറൈറ്റിയാണ്. അപ്പൊ അത് ആദ്യം അറിഞ്ഞിരിക്കുക. ഈ 4 ചില്ലിയുടെ വെറൈറ്റിയാണ്. ഇനി ഇതിനകത്ത് ഏതിനാണ് ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റൻസ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് ഉജ്ജ്വല. അപ്പൊ നമ്മൾ വെറൈറ്റീസ് പഠിക്കും, നമ്മൾ POP എടുത്ത് ഓരോ ക്രോപ്സിലും വെറൈറ്റീസ് പഠിക്കും. നിങ്ങൾക്ക് ഓരോ ക്രോപ്പ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും അതിനകത്ത് ജനറൽ ആയിട്ട് കുറെ അധികം വെറൈറ്റീസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും അസുഖത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പെസ്റ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൗട്ടിനോ ടെമ്പറേച്ചറിനോ ഒക്കെ ടോളറന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് പ്രത്യേകിച്ച് എടുത്തു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ നമ്മൾ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഉള്ള വെറൈറ്റീസ് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം അത്തരത്തിലായിരിക്കും എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. അപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ചില്ലിയുടെ ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റിയാണ് ഉജ്ജ്വല. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ഈ ബാക്ടീരിയൽ വിൽറ്റ് ഏത് തരത്തിലുള്ള ക്രോപ്സിനെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത് എന്ന് നോക്കണം. അതായത് സൊളനേഷ്യസ് ക്രോപ്പ്, വഴുതന വർഗ്ഗ വിളകളെയാണ് ബാക്ടീരിയൽ വാട്ടം ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പൊ നമുക്ക് വേറെ ഏതൊക്കെയാണ് വഴുതന വർഗ്ഗ വിളകൾ അല്ലെങ്കിൽ സൊളനേഷ്യസ് ക്രോപ്സ്? വേറെ ഏതൊക്കെയാണ്? ചില്ലി, ടൊമാറ്റോ, ബ്രിഞ്ചൽ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ കൂടെ നമുക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്യാം. ദാറ്റ് ഇസ് ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ചില്ലി ആയിരുന്നു. ചില്ലിയിൽ ഉജ്ജ്വലയും അതോടൊപ്പം അനുഗ്രഹയും, ഈ 2 വെറൈറ്റീസും ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് ആണ്. ഇനി അടുത്തൊരു ക്രോപ്പ് നോക്കിയാൽ ടൊമാറ്റോ. ടൊമാറ്റോയിൽ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ വെറൈറ്റീസും, അതായത് ശക്തി, മുക്തി, അനഘ, വെള്ളായണി വിജയ്, മനുപ്രഭ, മനുലക്ഷ്മി, അക്ഷയ, ഈ പറയുന്ന എല്ലാ വെറൈറ്റീസും തന്നെ ടൊമാറ്റോയിൽ ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ടൊമാറ്റോയ്ക്കകത്ത് അനഘ എന്ന് പറയുന്ന വെറൈറ്റിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫ്രൂട്ട് ക്രാക്കിങ്ങിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റി കൂടിയാണ് അനഘ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്ഷയ എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ വെറൈറ്റീസും ബാക്ടീരിയൽ റെസിസ്റ്റന്റ് ആണ്. അതോടൊപ്പം അക്ഷയ, അതായത് റെയിൻ ഷെൽട്ടർ, മഴമര കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് അക്ഷയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബ്രിഞ്ചോൾ. ബ്രിഞ്ചോളിന് ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഏതൊക്കെയാണ്? ശ്വേത, ഹരിത, ദെൻ സൂര്യ, ശ്വേത, സൂര്യ, ഹരിത, പൊന്നി ആൻഡ് നീലിമ. ഇത്രയുമാണ് ബ്രിഞ്ചോളിലെ ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്. ഇതിനകത്ത് നീലിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയാണ് വെജിറ്റബിൾസിലെ വെജിറ്റബിൾസിന്റെ ആദ്യത്തെ F1 ഹൈബ്രിഡ് ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നീലിമയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഈ ഒരു ഏരിയ കവർ ചെയ്തു. ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്. ബാക്ടീരിയൽ വിൽറ്റ് ഏറ്റവും കോമൺ ആയിട്ട് ബാധിക്കുന്നത് സൊളനേഷ്യസ് ക്രോപ്സിനാണ്, അതായത് ചില്ലി, ടൊമാറ്റോ, ബ്രിഞ്ചോൾ എന്ന് അറിഞ്ഞിരിക്കുക. ഈ പറയുന്ന ക്രോപ്സ് അല്ലെ ഈ പറയുന്ന വെറൈറ്റീസ് പഠിച്ചു വെക്കുക. നമുക്കിത് ഏറെക്കുറെ കാണാതെ പഠിക്കുക എന്നുള്ളൊരു മാർഗം മാത്രമേ ഉള്ളൂ. കുറെ തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് ഒരു കാര്യം മെമ്മറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഇത് എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ രീതിയിൽ ഈ വെറൈറ്റീസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇപ്പൊ ചില്ലി ചോദിച്ചതുപോലെ വേറൊരു എക്സാമിന് ടൊമാറ്റോ, വേറൊരു അഗ്രികൾച്ചറിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ടൊമാറ്റോയുടെ ബാക്ടീരിയൽ വിൽറ്റിന്റെ റെസിസ്റ്റന്റ് വെറൈറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. ഈ കൊടുത്തിരിക്കുന്നതിന് ശരിയായിട്ട് മാച്ച് ചെയ്തേക്കുന്ന ഏതെന്നാണ്. ഈ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ കോക്കനട്ടിന്റെ ഹൈബ്രിഡ്സ് ആണ്. കോക്കനട്ടിന്റെ പലതരത്തിലുള്ള കോക്കനട്ടിൽ D/T, ഡോർഫിറ്റോളും T/D ഹൈബ്രിഡ്സ് ഉണ്ടെന്ന് അറിയാം. അത്തരത്തിൽ കുറച്ച് ഹൈബ്രിഡ്സും അതിന്റെ പേരൻസും അതിന്റെ ക്രോസുമാണ് ഈ 4 ഓപ്ഷൻസിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻ നോക്കാം. അപ്പൊ എന്താണ് ആൻസർ? ആൻസർ ഇസ് കേരശ്രീ. കേരശ്രീ എന്ന് പറയുന്നത് WC2 എന്താണ്? വെസ്കോസ്റ്റോൾ ഇൻറ്റു MYD, ദാറ്റ് ഇസ് മലയൻ യെല്ലോ ഡോർഫ്. വെസ്കോസ്റ്റോൾ ഇൻറ്റു മലയൻ യെല്ലോ ഡോർഫ് ആണ് കേരശ്രീ എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്. ബാക്കിയെല്ലാം തെറ്റാണ് നമുക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ ഒക്കെ കറക്റ്റ് പേരൻസ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കേരഗംഗ എന്ന് പറയുന്നത്, കേര എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വെറൈറ്റീസിന്റെയും ഫസ്റ്റ് പേര്, ദാറ്റ് ഇസ് ഫീമെയിൽ പേരന്റ് എന്ന് പറയുന്നത് WCT, വെസ്കോസ്റ്റോൾ ആയിരിക്കും. ഇൻറ്റു എന്താണ്? കേരഗംഗ, അവിടെ ഗംഗയുണ്ട്, സോ ദാറ്റ് ഇസ് ഗംഗബന്ധം. WCT ഇൻറ്റു ഗംഗബന്ധമാണ് കേരഗംഗയുടെ പേരൻസ്. ദെൻ കേരശങ്കര എന്ന് പറയുന്നത് WCT ഇൻറ്റു COD, ദാറ്റ് ഇസ് ചാക്കോഡ് ഓറഞ്ച് ഡോർ. ദെൻ കേര സൗഭാഗ്യ എന്ന് പറയുന്നത് WCT ഇൻറ്റു SSA സ്ട്രേറ്റ് സെറ്റിൽമെന്റ് എപ്രിക്കോട്ട് എന്നാണ്. അതിന്റെ ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. SSA എന്ന് തന്നെയാണ് കോമൺ ആയിട്ട് എല്ലാ ബുക്സിലും കൊടുത്തിരിക്കുന്നത്. അപ്പം കേര സൗഭാഗ്യ എന്ന് പറയുന്നത് WCT ഇൻറ്റു SSA. ഓക്കെ, ഇതെല്ലാം എന്താണ്? കോക്കനട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ്സ് ആണ്. അപ്പൊ ഈ ഹൈബ്രിഡ്സിന്റെ ഒക്കെ POP എടുത്ത് നമ്മൾ കോക്കനട്ടിന്റെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇത് കൂടാണ്ട് കുറെ അധികം ഹൈബ്രിഡ്സും അതിന്റെ ഒക്കെ പേരൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ചില ഹൈബ്രിഡ്സിനുണ്ട് ചില പ്രത്യേകതകളുണ്ട്.
അതായത് ഡ്യുവൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഓയിലിന് വേണ്ടി, അതായത് കൊപ്രയ്ക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റൂട്ട് വിൽറ്റ്, കോക്കനട്ടിലെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് റൂട്ട് വിൽറ്റ്. അപ്പം കാറ്റുവീഴ്ച, അതിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോയിൽലെസ് കൾട്ടിവേഷൻ. സോയിൽലെസ് കൾട്ടിവേഷൻ മീൻസ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് സോയിൽലെസ് കൾട്ടിവേഷൻ, മണ്ണില്ലാത്ത കൃഷി രീതി ഏതാണെന്നാണ് ചോദ്യം. ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, എയ്റോപോണിക്സ് ആൻഡ് ഓൾ ഓഫ് ദ അബവ്. എല്ലാവർക്കും ആൻസർ അറിയായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഓൾ ഓഫ് ദ അബവ്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ എന്താണ്, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതികളാണ്. ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്. അക്വാപോണിക്സ് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ക്രോപ്സിനോടൊപ്പം തന്നെ നമ്മൾ ഫിഷ്, മീനും കൂടെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. എയ്റോപോണിക്സ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ അബവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഫോർ ഫോർമൽ ഗാർഡൻ. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഫോർമൽ ഗാർഡൻ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഫോർമൽ ഗാർഡൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം ആദ്യം. ഓപ്ഷൻ എ മുഗൾ ഗാർഡൻ, ദെൻ ലാൽബാഗ് ഗാർഡൻ, ഊട്ടി ഗാർഡൻ, മലമ്പുഴ ഗാർഡൻ. ഈ 4 ഗാർഡൻസ് ആണ്. അപ്പൊ നമ്മൾ ഗാർഡൻ സ്റ്റൈൽസ് എടുത്ത് നോക്കുമ്പോൾ 2 തരത്തിലുള്ള ഗാർഡൻ സ്റ്റൈൽസ് ഉണ്ട്. ഫോർമൽ ഗാർഡനും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫോർമൽ ഗാർഡനും ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ്, എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെയാണ് ഫോർമൽ ഇൻഫോർമൽ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആദ്യം അതിന്റെ ആൻസർ നോക്കാം. ആൻസർ ഈസ് മുഗൾ ഗാർഡൻ. ഈ കൊടുത്തിരിക്കുന്നത് മുഗൾ ഗാർഡൻ ആണ് ഫോർമൽ ഗാർഡന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ എന്താണ് ഫോർമലും ഇൻഫോർമൽ ഗാർഡൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഫോർമൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഈ 2 പിക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ 2 പിക്ചറിന്റെ ഈ ഗാർഡന്റെ, ഞാൻ ഈ ഒരു ഗാർഡന്റെ ഈ സെന്ററിൽ കൂടെ ഞാനൊരു വര വരയ്ക്കുകയാണ്. അല്ലെങ്കിൽ സെന്ററിൽ കൂടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടോ അതൊക്കെ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ഉണ്ട്. അതാണ് ഫോർമൽ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം റൈറ്റ് സൈഡിൽ ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ടെന്ന് അർത്ഥം, ഒരു സിമെട്രി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഗാർഡൻസ് എല്ലാം തന്നെ എന്ത് ഗാർഡൻസ് ആണ്, ഫോർമൽ ഗാർഡൻസ് ആണ്. അപ്പം ഫേമസ് ആയിട്ടുള്ള ഫോർമൽ ഗാർഡൻസിന്റെ എക്സാമ്പിൾസ് ആണ് ഏതൊക്കെയാണ്, മുഗൾ ഗാർഡൻ, പേർഷ്യൻ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ ആൻഡ് ഫ്രഞ്ച് ഗാർഡൻ. ഈ പറയുന്ന 4 ഗാർഡൻസും ഫോർമൽ ഗാർഡൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഫോർമൽ ഗാർഡൻ? ഫോർമൽ ഗാർഡൻ നമ്മൾ പറഞ്ഞു സിമെട്രി ഉള്ള തരത്തിലുള്ള ഗാർഡൻ ആണ് ഫോർമൽ ഗാർഡൻ. അപ്പൊ എന്തായിരിക്കും, സിമെട്രി ഇല്ലാത്ത, അതായത് അസിമെട്രിക് ആയിട്ടുള്ള ഗാർഡൻസ് ആയിരിക്കും ഇൻഫോർമൽ ഗാർഡൻ. അപ്പൊ നമുക്ക് ഈ 2 ഗാർഡൻ പിക്ചർ നോക്കിയേ, നമുക്ക് ഇതിനകത്തൊരു സിമെട്രി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മൾ സെന്ററിൽ കൂടി ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ കമ്പോണൻസും അപ്പുറത്തെ കമ്പോണൻസും സെയിം ആയിരിക്കില്ല. എന്നാൽ അതിന് വളരെ ബ്യൂട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗാർഡൻ സ്റ്റൈലാണ് ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഫേമസ് ഗാർഡൻസ് ഏതൊക്കെയാണ്, ജാപ്പനീസ് ഗാർഡൻ ആൻഡ് ചൈനീസ് ഗാർഡൻ. ഈ ജാപ്പനീസ് ഗാർഡൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല എക്സാംസിനും ഏത് സ്റ്റൈലാണെന്നും അതുപോലെ തന്നെ ജാപ്പനീസ് ഗാർഡനകത്ത് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അതത് ക്ലാസ്സുകളിൽ വരുമ്പോൾ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഫോർമൽ ഗാർഡനും ഇൻഫോർമൽ ഗാർഡൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഫോർമൽ ഗാർഡന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഫോർമൽ ഗാർഡൻ, ഒരു സിമെട്രി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ അസിമെട്രിക് ആയിട്ടുള്ള ഗാർഡൻസ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ജാപ്പനീസ് ഗാർഡനും ചൈനീസ് ഗാർഡനും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഷേഗോളജ്. മിഷേഗോളജീസ് എന്താണ് മിഷേഗോളജ് എന്നാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. റബ്ബർ ടാപ്പിംഗ് നൈഫ്, റബ്ബർ റോളർ, റോട്ടവേറ്റർ ആൻഡ് കോണോവീഡർ. ഇതിൽ ഏതാണ് മിഷേഗോളജ് എന്ന് പറയുന്നത്? എന്താണ് മിഷേഗോളജ് എന്ന് പറയുന്നത്? റബ്ബറിൽ നമ്മൾ ടാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫ്, ടാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയാണ് നമ്മൾ മിഷേഗോളജ് എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു വി ഷേപ്പ് നോച്ചുള്ള ഒരു ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നതാണ് മിഷേഗോളജ് എന്ന് പറയുന്നത്. നമ്മൾ റബ്ബർ ടാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫ്. സോ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും റബ്ബർ പഠിക്കും. റബ്ബറിന്റെ ക്രോപ്പ് നമ്മൾ POP നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ടാപ്പിംഗ് പ്രൊസീജിയർ, ഈ നൈഫിന്റെ കാര്യമൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ദ ടെട്രാടെർപിനോയിഡ് കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് ഫ്രം നീം ട്രീ. നീം എന്ന് വെച്ചാൽ നമ്മുടെ ആര്യവേപ്പ്. ആര്യവേപ്പിൽ നിന്ന് കിട്ടുന്ന ടെട്രാടെർപിനോയിഡ് കോമ്പൗണ്ട് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റോട്ടിനോ, ദെൻ പൈറത്രിൻസ്, അസാഡിറക്റ്റിൻ ആൻഡ് റാനിയ. ഈ 4 കോമ്പൗണ്ട്സിൽ ഏതാണ് നീം ട്രീയിൽ നിന്ന് കിട്ടുന്ന കോമ്പൗണ്ട്? ആൻസർ ഈസ് അസാഡിറക്റ്റിൻ. അപ്പം എന്താണ് നീം ട്രീയുടെ സയന്റിഫിക് നെയിം എന്താണ്? ആര്യവേപ്പിന്റെ സയന്റിഫിക് നെയിം അസാഡിറക്റ്റ ഇൻഡിക്ക. അപ്പൊ ആ സയന്റിഫിക് നെയിമിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നെയിമിന്റെ സയന്റിഫിക് നെയിം അറിയുന്ന ഒരാൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അസാഡിറക്റ്റ ഇൻഡിക്ക. സോ ദ കോമ്പൗണ്ട് ഈസ് എന്താണ്? അസാഡിറക്റ്റിൻ. ഓക്കെ, നീം ട്രീയിൽ നിന്ന് കിട്ടുന്ന ടെട്രാടെർപിനോയിഡ് കോമ്പൗണ്ട് ഈസ് അസാഡിറക്റ്റിൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോറി, ഹൗ മെനി നേന്ത്രൻ ബനാന സക്കേഴ്സ് നീഡഡ് ടു കൾട്ടിവേറ്റ് 1 acre ഏരിയ ഓഫ് ലാൻഡ്? 1 acre ഏരിയയിലേക്ക് നമ്മൾ ബനാന കൾട്ടിവേറ്റ് ചെയ്യാൻ പോകുമ്പോൾ എത്ര നേന്ത്രൻ, അത് ഏത് വെറൈറ്റി ആണ്, നേന്ത്രൻ ബനാനയാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എത്ര വാഴക്കന്നുകൾ, ബനാന സക്കേഴ്സ് വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതായത് ഇത്തരത്തിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്ര ക്രോപ്സ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ പറയുന്നത് പ്ലാന്റ് പോപ്പുലേഷൻ, അതായത് എത്ര പ്ലാന്റ്സ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്പേസിംഗ്, ഏരിയ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോറി, ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തപ്പം ആ ഒരു ഡിവിഷന്റെ സിമ്പിൾ വരാഞ്ഞതാണ്. ഏരിയ ബൈ സ്പേസിംഗ് എന്നുള്ളതാണ് പ്ലാന്റ് പോപ്പുലേഷന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ പലതരത്തിലാണ് നമ്മൾ ഏരിയ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ പറയും ഒരു ഇത്ര സെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ഏക്കർ ആണ്, അല്ലെങ്കിൽ ഇത്ര ഹെക്ടർ ആണെന്ന് പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ എത്ര മീറ്റർ സ്ക്വയർ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക, ഏരിയയുടെ കൺവേർഷൻ അറിഞ്ഞിരിക്കുക. ഒരു സെന്റ് എന്ന് പറയുന്നത് എത്ര മീറ്റർ സ്ക്വയർ ആണ്? 40 മീറ്റർ സ്ക്വയർ ആണ് ഒരു സെന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഏക്കർ എന്ന് പറയുന്നത് എത്രയാണ്? 100 സെന്റ് ആണ്. അപ്പൊ ഒരു സെന്റ് എന്ന് പറയുന്നത് 40 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പൊ 100 സെന്റ് എന്ന് പറയുന്നത് 4000 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.5 ഏക്കർ ആണ്. 2.5 ഏക്കർ, ഒരു ഏക്കർ നമ്മൾ പറഞ്ഞു 100 സെന്റ് ആണെന്നാണ്. അപ്പൊ 2.5 ഏക്കർ എന്ന് പറയുന്നത് 250 സെന്റ് ആയിരിക്കും. 250 സെന്റ് എന്ന് പറയുമ്പോൾ 10,000 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ക്രോപ്പ് ഏതാണ്? ബനാനയുടെ തന്നെ നേന്ത്രനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു POP ഓരോ ക്രോപ്പിന്റെ സ്പേസിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ നേന്ത്രൻ എന്ന് പറയുന്ന വെറൈറ്റി മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ബനാനയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ സ്പേസിംഗ് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഓരോ ക്രോപ്പിന്റെ സ്പേസിംഗ് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നേന്ത്രന്റെ സ്പേസിംഗ് എത്രയാണ്? 2 മീറ്റർ ബൈ 2 മീറ്റർ ആണ് നേന്ത്രന്റെ സ്പേസിംഗ്. നമുക്ക് ഏരിയ അറിയാം 1 ഏക്കർ. 1 ഏക്കർ എന്ന് പറയുമ്പോൾ 100 സെന്റ്. 100 സെന്റ് എന്ന് പറയുമ്പോൾ 4000 മീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ 4000 ഡിവൈഡഡ് ബൈ സ്പേസിംഗ് ഇൻ മീറ്റർ ആയിരിക്കണം. 2 മീറ്റർ, മീറ്റർ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2 into 2 that is 4. 4000 ഡിവൈഡഡ് ബൈ 4. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഈസ് 1000. അപ്പൊ നമുക്ക് 1 ഏക്കർ ഏരിയയിലേക്ക് ബനാന കൾട്ടിവേറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് 1000 വാഴക്കന്നുകളാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് പോപ്പുലേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏരിയ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഓരോ ക്രോപ്പിന്റെയും സ്പേസിംഗ്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് എക്സാമിന് നമുക്ക് ക്രോപ്പിന്റെ സ്പേസിംഗ് തരും, പക്ഷെ എല്ലാ എക്സാമിനും നമുക്കത് തരണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ക്രോപ്പിന്റെയും സ്പേസിംഗ് പഠിച്ചിരിക്കുക. അത് കുറച്ച് ഓർത്ത് വെക്കാനായിട്ട് പാടാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെമ്മറൈസ് ചെയ്താല് ഒരേ സ്പേസിംഗ് ഉള്ള ക്രോപ്സ് എല്ലാം ഒരുമിച്ച് ഒരു ടേബിൾ ആക്കി വെച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ സ്പേസിംഗ് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഏത് ഒരു അഗ്രികൾച്ചറൽ എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ട് തന്നെയായിരിക്കും ആ ക്വസ്റ്റ്യൻ. ഈ അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ എക്സാമിനും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഗോൾഡൻ യെല്ലോ കളർ ടാഗ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ്. അപ്പൊ നമ്മൾ ഇനി സീഡ് ടെക്നോളജി, അതുപോലെ പ്ലാന്റ് ബ്രീഡിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് സീഡ് പഠിക്കും. പ്രധാനമായിട്ടും 4 തരത്തിലാണ് ക്ലാസസ് ഓഫ് സീഡ്. അത് ഈ കൊടുത്തിരിക്കുന്നതാണ്. ബ്രീഡർ സീഡ്, അതിന്റെ ഓർഡർ പറയാണ് ബ്രീഡർ സീഡ്, ഫൗണ്ടേഷൻ സീഡ്, രജിസ്റ്റേർഡ് സീഡ് ആൻഡ് സർട്ടിഫൈഡ് സീഡ്. അപ്പൊ ഓരോ സീഡിനും ഓരോ കളർ വെച്ചിട്ട് ഓരോ കളർ ടാഗ് ഉണ്ടായിരിക്കും. അപ്പൊ ആ കളർ ടാഗ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുന്നത്, കളർ ടാഗ് വന്നിട്ട് ഏത് സീഡിന്റെ, ഏത് ക്ലാസ് ഓഫ് സീഡിന്റെ ആണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ചാണ് ചോദിക്കാറുള്ളത്, ക്ലാസ് ഓഫ് സീഡ് വന്നിട്ട് ഏത് കളർ ആണെന്ന് ചോദിക്കാറാണ് പതിവ്. അപ്പൊ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ 2017 അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ കളർ ടാഗ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് രജിസ്റ്റേർഡ് സീഡ് ആണ്, സർട്ടിഫൈഡ് സീഡ് ആണ്, ഫൗണ്ടേഷൻ സീഡ് ആണ്, ബ്രീഡർ സീഡ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ബ്രീഡർ സീഡ് ആണ്. ബ്രീഡർ സീഡിന്റെ കളർ ടാഗ് ആണ് ഗോൾഡൻ യെല്ലോ കളർ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതിനോട് ജസ്റ്റ് നോക്കാം. ഫൗണ്ടേഷൻ സീഡ് ആണെങ്കിൽ വൈറ്റ് ആയിരിക്കും, സർട്ടിഫൈഡ് സീഡ് ആണെങ്കിൽ ബ്ലൂ ആയിരിക്കും, രജിസ്റ്റേർഡ് സീഡ് പർപ്പിൾ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും, അതായത് മിക്ക എക്സാംസിനും ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം സാധാരണഗതിയിൽ എല്ലാ എക്സാംസിനും ഇത് ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അതായത് ക്ലാസ് ഓഫ് സീഡ്, ഈ ക്ലാസ് ഓഫ് സീഡിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഈ കളർ ടാഗ് ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ അത് വളരെ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പൊ ഈ ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വെൽ നോൺ സ്പീഷീസ് ഓഫ് യൂഡ്രില്ലസ് യൂജീന ഈസ് യൂസ്ഡ് ഫോർ. യൂഡ്രില്ലസ് യൂജീന എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബയോ കൺട്രോൾ ഓഫ് സാൽവീനിയ, ഓപ്ഷൻ ബി വെർമി കമ്പോസ്റ്റിംഗ്, സി എപ്പിക്കൾച്ചർ, ഡി സെറികൾച്ചർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ ഈസ് വെർമി കമ്പോസ്റ്റിംഗ്. അതായത് യൂഡ്രില്ലസ് യൂജീന എന്ന് പറയുന്നത് ഒരു മണ്ണിരയുടെ പേരാണ്. അതായത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ കേരള കണ്ടീഷനിൽ
POP എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വെർമി കമ്പോസ്റ്റിംഗ്, അതിന്റെ മെത്തഡോളജി, അതിന് ഉപയോഗിക്കുന്ന മണ്ണിര ഏതാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വെർമി കമ്പോസ്റ്റിംഗിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മണ്ണിരയുടെ ഇനമാണ് അതായത് യൂട്രിലസ് യൂജിയന എന്ന് പറയുന്നത്. ഇത് ചില എക്സാംസിന് നേരെ തിരിച്ചു ചോദിക്കാറുണ്ട്. കേരള കണ്ടീഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വെർമി കമ്പോസ്റ്റ് ഉപയോഗിക്കുന്ന എർത്ത് വോമിന്റെ സ്പീഷീസ് ഏതാണെന്ന് തിരിച്ചു ചോദിക്കാറുണ്ട്. അപ്പം ഓപ്ഷൻ എന്തിന്റെ ആയിരിക്കും? യൂട്രിലസ് യൂജിയന. അപ്പൊ അത് അറിഞ്ഞിരിക്കാം. യൂട്രിലസ് യൂജിയനയാണ് നമ്മൾ വെർമി കമ്പോസ്റ്റ് അതായത് മണ്ണിര കമ്പോസ്റ്റിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മണ്ണിരയുടെ ഇനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കമ്പോണന്റ് ഓഫ് ഗാർഡൻ വിച്ച് ഇസ് നോൺ ആസ് ഹേർട്ട് ഓഫ് ഗാർഡൻ. ഗാർഡന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന കമ്പോണന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ്: പോണ്ട്, റോക്കറി, ലോൺ ആൻഡ് ലില്ലി പൂ. ഇതിനകത്ത് ഏതാണ് ഹേർട്ട് ഓഫ് ഗാർഡൻ? അപ്പൊ നമ്മൾ ഗാർഡൻ കമ്പോണൻസ് പഠിക്കുന്നത് ഒരുപാട് ഗാർഡൻ കമ്പോണൻസ് പഠിക്കും. അതിനകത്ത് ഹേർട്ട് ഓഫ് ഗാർഡൻ എന്നറിയപ്പെടുന്നത് ലോണിനെയാണ്. നമ്മൾ പുതുത്തവിടെ ലോണിനെയാണ് നമ്മൾ ഹേർട്ട് ഓഫ് ഗാർഡൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ഏരിയയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാവിസ്റ്റിൻ. ബാവിസ്റ്റിൻ ഈസ് ബാവിസ് എന്ന് പറയുന്ന കെമിക്കൽ അത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇൻഓർഗാനിക് ഫംഗിസൈഡ്, ഓപ്ഷൻ ബി ഓർഗാനിക് ഫംഗിസൈഡ്, ഓപ്ഷൻ സി ഓർഗാനിക് ഇൻസെക്ടിസൈഡ്, ഇൻഓർഗാനിക് ഇൻസെക്ടിസൈഡ്. അപ്പം ബാവിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാവിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫംഗിസൈഡ് ആണ്. അപ്പൊ അതിന് ഇൻഓർഗാനിക് ആണോ ഓർഗാനിക് ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആൻസർ ഇസ് ഇൻഓർഗാനിക് ഫംഗിസൈഡ്. ബാവിസ് അല്ലെങ്കിൽ കാർബൻഡാസ് എന്ന് പറയും. ദാറ്റ് ഇസ് ഇൻഓർഗാനിക്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സീഡ് ഡ്രസ്സിങ്ങിനും അതുപോലെ തന്നെ സീഡ് ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ സ്പ്രേയിങ് ഡ്രഞ്ചിങ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഇൻഓർഗാനിക് സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ് ഇതെന്ന് പറയുന്നത് ബാവിസ്റ്റിൻ. ഓക്കെ, ബാവിസ്റ്റിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഓർഗാനിക് ഫംഗിസൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യൂബ ഇസ് എ വെറൈറ്റി ഓഫ്. ക്യൂബ എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ ഏത് വെറൈറ്റി, ഏത് ക്രോപ്പിന്റെ വെറൈറ്റി ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി ഒരു ഫ്ലവർ ക്രോപ്പിന്റെ വെറൈറ്റി ആണ് ക്യൂബ എന്ന് പറയുന്നത്. ഇനി ഏത് ഓർണമെന്റൽ ക്രോപ്പ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? ആൻസർ ഇസ് ആന്തൂറിയ. ആന്തൂറിയത്തിന്റെ വെറൈറ്റി ആണ് ക്യൂബ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്രോപ്സും അതിന്റെ വെറൈറ്റീസും അത് പഠിക്കാനായിട്ടും നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കോഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വായിച്ചിട്ടോ എന്തെങ്കിലും ചില ക്രോപ്സിന്റെ ഒക്കെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ ഇവിടേക്ക് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ്. പിന്നെ ചില പേരുകൾ നമുക്ക് പല ക്രോപ്സിനും ഇപ്പൊ നേരത്തെ ഞാൻ ബ്രിഞ്ചാൾ പറഞ്ഞു. ബ്രിഞ്ചാളിൽ നമ്മൾ പൊന്നി എന്ന് പറയുന്നൊരു വെറൈറ്റി പഠിച്ചു. ഈ പൊന്നി എന്ന് പറയുന്ന വെറൈറ്റി വേറെ ഒരു ക്രോപ്പിനുണ്ട്. റൈസിനും പൊന്നി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പം ചില ക്രോപ്സ് ചില പേരുകൾ അവിടെ പല ക്രോപ്സിനുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒന്ന് ലിങ്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ്. വെറൈറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല എക്സാംസിനും ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന തന്നെ നമുക്ക് പല ക്വസ്റ്റ്യൻസിനും വെറൈറ്റിയെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തു. അപ്പം വെറൈറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യൂബ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യൂബ ഇസ് എ വെറൈറ്റി ഓഫ് എന്തിന്റെ വെറൈറ്റി ആണ്? ആന്തൂറിയത്തിന്റെ വെറൈറ്റി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, an agricultural practice in which same crop is cultivated year after year. അതായത് ഒരേ ക്രോപ്പ് തന്നെ ഇങ്ങനെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ക്രോപ്പ് തന്നെ ഇങ്ങനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് അതിനെ പറയുന്ന ആ അഗ്രികൾച്ചറൽ പ്രാക്ടീസിനെ പറയുന്ന പേര് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്: സ്ട്രിപ്പ് ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ, ഹോം സ്റ്റെഡ് ഫാമിംഗ്, മോണോക്രോപ്പിംഗ്. ഏതാണ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. സെയിം ക്രോപ്പ് ഈസ് കൾട്ടിവേറ്റഡ് ഇയർ ആഫ്റ്റർ ഇയർ. അപ്പൊ ഒരേ ക്രോപ്പ് തന്നെ ചെയ്യുന്നതിനെ പറയുന്നതാണ് മോണോക്രോപ്പിംഗ്. മോണോ എന്ന് വെച്ചാൽ എന്താ? സിംഗിൾ അല്ലെങ്കിൽ ഒന്ന് എന്നാണ് അർത്ഥം. അപ്പം ഒരേ ക്രോപ്പ് തന്നെ നമ്മൾ തുടർച്ചയായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന കൃഷി രീതിയെ പറയുന്ന പേരാണ് മോണോക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സോയിൽ കൺസർവേഷൻ മെത്തേഡാണ്. അതായത് മണ്ണൊലിപ്പൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് സ്ലോപ്പി ചരിവ് പ്രദേശങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള സ്ട്രിപ്സ് ആയിട്ട് എന്താ പറയാ സ്ലോപ്പിന് അല്ലെങ്കിൽ തടത്തിന് നമ്മൾ തിരിച്ചിട്ട് പലതരത്തിലുള്ള സ്ട്രിപ്സ് ആയിട്ട് തിരിച്ചിട്ട് കൃഷി ചെയ്യുന്ന ഒരു സോയിൽ കൺസർവേഷൻ മെത്തേഡാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ക്രോപ്പ് റൊട്ടേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു സീസൺ ഈ സീസൺ ഒരു ക്രോപ്പ് കഴിഞ്ഞ് അടുത്ത സീസൺ അടുത്ത റൈസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീണ റൈസിൽ തന്നെ കൗപ്പി ഇടുന്നു. അത്തരത്തിൽ ഓരോ ക്രോപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചറിഞ്ഞെങ്കിലും അതായത് ക്രോപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഏതായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്തായിരിക്കും? ക്രോപ്പ് റൊട്ടേഷൻ ആണ് ആൻസർ. ഓക്കെ, ഇനി ഹോം സ്റ്റെഡ് ഫാമിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുവളപ്പിലെ കൃഷി രീതി. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് സെയിം ക്രോപ്പ് ഈസ് കൾട്ടിവേറ്റഡ് ഇയർ ആഫ്റ്റർ. അപ്പൊ ആൻസർ എന്തായിരിക്കും? മോണോക്രോപ്പിംഗ് ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ന് ഞാൻ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം തന്നെ ഒരു അത്യാവശ്യം നമ്മളൊന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് POP ബേസ്ഡ് തന്നെയായിരുന്നു. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ
POP തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സിലബസിന്റെ ഓരോ പോർഷൻസും അത് തന്നെയാണ് നമുക്ക് POP കവർ ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും തന്നെയും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒന്ന് രണ്ട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ആണെങ്കിൽ കൂടി ഏറ്റവും ആ ഒരു പ്ലാൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കാൻ അതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു എല്ലാം തന്നെ. അപ്പൊ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് മത്സര പരീക്ഷകളിൽ മുൻനിരയിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്കി ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി മറ്റൊരു ക്ലാസ്സിൽ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഡിസ്കസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയായിരുന്നു എനിക്ക് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്നാൽ താങ്ക് യു. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.